2020 ലോകകപ്പ് കിരീടം നേടിയതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരിടുന്ന പരാജയങ്ങളുടെ കൈപ്പേറിയ ദിനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മുന്നോട്ടു പോവുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം മത്സരത്തിൽ നേരിട്ട 125 റൺസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദയനീയ തോൽവിക്ക് പിന്നാലെ ടീമിനുള്ളിലെ തന്ത്രങ്ങളും സെലക്ഷനും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതാ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയുടെ സെലക്ഷനെതിരെയും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയും കടുത്ത പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും ചീഫ് സെലക്ടറുമായിരുന്ന കൃഷ്ണമചാരി ശ്രീകാന്ത്. പേസും ബൗൺസുമുള്ള വിദേശ പിച്ചുകളിൽ കളിക്കാൻ തിലക് വർമ്മയ്ക്ക് ഭയമാണെന്നും അവനെ ടീമിൽ നിലനിർത്തുന്നതിനും എത്രയോ ഭേദം മലയാളി താരം സഞ്ജു സാംസനെ കളിപ്പിക്കുന്നതാണെന്നും 1983-ലെ ലോകകപ്പ് ഹീറോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നടിച്ചു. സാധാരണയായി കളിക്കാരുടെ പ്രകടനങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന ശ്രീകാന്ത് ഇത്തവണ ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ പരീക്ഷണങ്ങളെയും തിലകിൻ്റെ സമീപനത്തെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. നോട്ടിംഗ്ഹാമിൽ നടന്ന മൂന്നാം 2020 മത്സരത്തിൽ 11 പന്തുകൾ നേരിട്ട കേവലം 3 റൺസ് മാത്രമെടുത്ത് പുറത്തായ തിലക് വർമ്മയുടെ സമീപകാലത്തെ മോശം ഫോമിനെ ശ്രീകാന്ത് കടുത്ത ഭാഷയിൽ പരിഹസിച്ചു. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ തിലക് ബാറ്റ് ചെയ്യാൻ മടിക്കുകയാണെന്ന് ശ്രീകാന്തിൻ്റെ പക്ഷം. തൻ്റെ ചാനലിലൂടെ കൃഷ്ണമചാരി ശ്രീകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ഇപ്പോൾ തന്നെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ ഉടൻ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാകും എന്നാണ്. ഇംഗ്ലണ്ടിലെ പേസും ബൗൺസും കണ്ട് ക്രീസിലേക്ക് ഇറങ്ങാൻ പോലും തിലകിന് താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ അവന് യാതൊരു വിവരവുമില്ല. പേസർമാരെ നേരിടാൻ പേടിച്ച് സ്പിന്നർമാർ വരാൻ കാത്തിരിക്കുകയാണ് അവൻ. തിലക് വർമ്മയെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ കളിപ്പിക്കുന്നതിലും എത്രയോ ഭേദം സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഫോമിലല്ലാഞ്ഞിട്ടും വൈസ് ക്യാപ്റ്റൻ എന്ന പദവി നൽകി തിലകിനെ ടീമിൽ നിലനിർത്തുന്ന മാനേജ്മെൻറ്റ് നിലപാടിനെയാണ് ശ്രീകാന്ത് പ്രധാനമായും ചോദിക്കുന്നത്. സഞ്ജുവിനെ പോലെയുള്ള അനുഭവസമ്പത്തുള്ള ഒരു താരത്തെ പുറത്തിരുത്തി ഫോമില്ലാത്ത യുവതാരങ്ങൾക്ക് അനാവശ്യ പിന്തുണ നൽകുന്നത് ടീമിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇടങ്കയം ബാറ്ററായ തിലക് വർമ്മയെ ഇംഗ്ലണ്ടിൻ്റെ അതിവേഗ ഫാസ്റ്റ് ബൗളിങ്ങിന് മുന്നിൽ മാനേജ്മെൻറ്റ് ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് ഗുരുതരമായ ആരോപണവും ശ്രീകാന്ത് ഉന്നയിച്ചു. മൂന്നാം 2020 മത്സരത്തിൽ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിന് താഴെ 6ാം നമ്പറിലാണ് തിലക് വർമ്മ ബാറ്റ് ചെയ്യാനിറങ്ങിയത്. സാധാരണയായി മുൻനിരയിൽ ഇറങ്ങുന്ന ഒരു വൈസ് ക്യാപ്റ്റനെ ഇങ്ങനെ താഴേക്ക് ഇറക്കിയത് എന്തിനാണെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. ടീമിൻ്റെ തന്ത്രങ്ങളെ വിമർശിച്ചുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ തിലകിനെ നിങ്ങളുടെ പ്രധാന ബാറ്ററും വൈസ് ക്യാപ്റ്റനുമാക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ബൗളിങ്ങിനെതിരെ അവനെ സംരക്ഷിക്കുന്നത്? അക്ഷർ പട്ടേലിനെ അവനെ മുന്നേ ബാറ്റിങ്ങിന് അയച്ചു. ഷോർട്ട് പിച്ച് പന്തുകൾക്കെതിരെയും വേഗതയ്ക്കെതിരെയും തിലക് പതറുമെന്ന് മാനേജ്മെൻറ്റിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് അവനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്. അവനെ ടീമിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ നിരന്തരം പറയുന്നുണ്ട്. എന്നാൽ അവർ അത് ചെയ്യില്ല. ഒരു അന്താരാഷ്ട്ര ടീമിൻ്റെ പ്രധാന ബാറ്റർ ഏത് സാഹചര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറാകണം. എന്നാൽ ഇംഗ്ലീഷ് പേസർമാരെ പേടിച്ച് തിലകിൻ്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റിയത് ഇന്ത്യൻ ക്യാമ്പിൻ്റെ ആത്മവിശ്വാസക്കുറവാണ് കാണിക്കുന്നത് എന്ന് ശ്രീകാന്ത് വ്യക്തമാക്കുന്നു. ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിൻ്റെ കീഴിലുള്ള ടീം മാനേജ്മെൻറ്റ് ബാറ്റിംഗ് ഓർഡർ പരീക്ഷണങ്ങളെയും ശ്രീകാന്ത് വെറുതെ വിട്ടില്ല. ശിവൻ ദുബെയ്ക്കും അക്ഷർ പട്ടേലിനും മുന്നേ ഹർഷിർ റാനെ ബാറ്റിംഗ് അയച്ച കോമാളിത്തരത്തെയാണ് അദ്ദേഹം പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇതോടൊപ്പം മോശം ഫോമിലുള്ള ശിവൻ ദുബെയുടെ വിദേശ മണ്ണിലെ കളിയെയും അദ്ദേഹം പരിഹസിച്ചു. ഗംഭീറിൻ്റെ തന്ത്രങ്ങളെയും ദുബെയുടെ ബാറ്റിങ്ങിനെയും ശ്രീകാന്ത് വിലയിരുത്തിയത് ഇങ്ങനെയാണ്: ഗംഭീറിൻ്റെ തിങ്ക് ടാങ്ക് എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഈ കാണിക്കുന്നത്. ശിവൻ ദുബെയുടെ കാര്യം നമുക്കറിയാം. പേസും ബൗൺസും കണ്ടാൽ അവൻ്റെ കളി തീരും. പിച്ച് കണ്ടപ്പോൾ തന്നെ വേഗം പുറത്തായി രക്ഷപ്പെടാനാണ് അവൻ നോക്കിയത്. ഫാസ്റ്റ് ട്രാക്ക് സ്പിന്നർമാരെ പതുക്കെ എറിഞ്ഞു കൊടുത്താൽ മാത്രമേ ദുബൈക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ജോഫ്ര ആർച്ചർ ഒക്കെ അവന് പന്തെറിയുമ്പോൾ ചിരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ മൂന്നാം മത്സരത്തിൽ 8ാം നമ്പറിൽ ഇറങ്ങിയ ശിവൻ ദുബെ 4 പന്തിൽ വെറും 2 റൺസ് മാത്രമെടുത്ത് മടങ്ങുകയായിരുന്നു. ബൗളിങ്ങിലും കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ദുബൈക്ക് കഴിഞ്ഞിട്ടില്ല. വിദേശ പിച്ചുകളിൽ കളിക്കാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത കളിക്കാരെ ടീമിൽ നിലനിർത്തി പരീക്ഷണങ്ങൾ തുടർന്ന ഗംഭീറിൻ്റെ തന്ത്രങ്ങൾ ടീമിന് വലിയ നാണക്കേടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ എന്ന വലങ്കയം ബാറ്ററുടെ അനിവാര്യത കൃഷ്ണമചാരി ശ്രീകാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ ബാറ്റ് നിരയിലെ ഇടങ്കയന്മാരുടെ അതിപ്രസരവും വലങ്കയം ബാറ്റർമാരുടെ കുറവും വലിയൊരു പ്രതിസന്ധിയാണ്. ആദ്യ മത്സരങ്ങളിൽ ടീമിലുണ്ടായിരുന്ന വലങ്കയനായ സഞ്ജു സാംസനെ മാറ്റി നിർത്തിയതാണ് മധ്യനിരയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കെൽപ്പുള്ള സഞ്ജുവിനെപ്പോൾ ഒരു താരത്തെ ബെഞ്ചിലിരുത്തുന്നത് ടീമിൻ്റെ ബാലൻസ് പൂർണ്ണമായി തകർത്തു. അയർലൻഡ് പരമ്പരയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യ നേരിട്ട തുടർച്ചയായി 4 തോൽവികളിൽ വ്യക്തമാക്കുന്നത് ടീം സെലക്ഷനിലെ പാളിച്ചകൾ തന്നെയാണ്. സഞ്ജുവിനെ പോലെയുള്ള അനുഭവസമ്പത്തുള്ള കളിക്കാരെ ഒഴിവാക്കി യുവതാരങ്ങളെ അനാവശ്യമായി പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ലോകകപ്പ് ജേതാക്കൾ എന്ന പദവിക്ക് ഒട്ടും ചേർന്നതല്ലെന്ന് മുൻ ചീഫ് സെലക്ടർ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രി ബ്രിസ്റ്റോളിൽ പരമ്പരയിൽ നിർണായകമായ 4ാം മത്സരം നടക്കാൻ പോവുകയാണ്. 0-2 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് പരമ്പര സമനിലയാക്കണമെങ്കിൽ ഇന്നത്തെ മത്സരം ജയിച്ചേ തീരൂ.
ശ്രീകാന്തിനെ പോലെയുള്ള മുതിർന്ന താരങ്ങളുടെ കടുത്ത വിമർശനങ്ങളും ആരാധകരുടെ പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. തിലകവർമ്മയും ശിവൻ ദുബെയും ടീമിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്നും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പാർത്ഥിവ് പട്ടേലും കൃഷ്ണമാചാരി ശ്രീകാന്തും ഒരേപോലെ ആവശ്യപ്പെടുന്നത് സഞ്ജു സാംസൺ ടീമിലേക്ക് തിരിച്ചെത്തണം എന്നാണ്. മധ്യനിരയ്ക്ക് കൂടുതൽ സ്ഥിരത നൽകാൻ സഞ്ജുവിനെ ഇന്നത്തെ മത്സരത്തിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെ ഈ കടുത്ത പ്രതികരണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കളിക്കാരുടെ വ്യക്തിഗത താൽപ്പര്യങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അപ്പുറം ടീമിൻ്റെ വിജയത്തിന് പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. കോച്ച് ഗൗതം ഗംഭീർ തൻ്റെ തന്ത്രങ്ങൾ മാറ്റാനും സഞ്ജു സാംസനെ പോലെയുള്ള അർഹതപ്പെട്ട കളിക്കാരെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനും തയ്യാറാകണം. ഇന്നത്തെ മത്സരത്തിൽ ആവശ്യമായ മാറ്റങ്ങളോടെ ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമെന്നും കളിയിലെ നാണക്കേട് മാറ്റുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. തിലകവർമ്മയ്ക്കെതിരെയും ഗൗതം ഗംഭീറിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയും മുൻ ചീഫ് സെലക്ടർ കെ ശ്രീകാന്ത് നടത്തിയ ഈ കടുത്ത വിമർശനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്